എൻ്റെ ജീവൻ്റെ ജീവനായിട്ട് കാണുന്നത് ആന തന്നെയാണ്. സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആന കഴിഞ്ഞിട്ട് കുടുംബത്തിന് പോലും ഞാൻ പ്രാധാന്യം കൊടുക്കണുള്ളൂ എന്ന് സ്വയം തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, സത്യമാണ്. ആനയ്ക്കൊക്കെ വയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ പിന്നെ എനിക്ക് ടെൻഷനാണ്. ഞാൻ ഓടിയത്തോടെ വീട്ടിലേക്ക് വിളിച്ച് ചിലപ്പം സ്പീഡ് കുറയുമെന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു മരങ്ങൾ ഉള്ള ഒരു പറമ്പ് വേണം. അതിൽ നല്ല 3 തറികൾ, ഏറ്റവും മികച്ച 3 തറികൾ വേണം. എല്ലായിടത്തും വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടാവണം. പിന്നെ ആർക്കേലേക്ക് ആനയെ കൊണ്ടു നിർത്താം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഉദയനാനയും വിനായകൻ നിൽക്കണേ. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അമ്പലമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇഷ്ടം കൊണ്ട് അവർക്ക് എപ്പോൾ പണി നിർത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കാലഘട്ടത്തിലെ യാത്രയിൽ ഉണ്ടായിരുന്ന അമ്പലം ആനയാണ് അവരൊക്കെ. പിന്നെ വിനായകനാന നിൽക്കുന്നത് അതിൻ്റെ ആനക്കാരൻ രഞ്ജിത്ത് എൻ്റെ കൂടെ നിന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ്. ഞാൻ പറമ്പ് വൃത്തികേടാക്കുന്ന ആൾക്കാരെ അടുപ്പിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ നിന്ന തറിക്ക് വൃത്തിയാക്കിയിടണം. നമ്മൾ അത്രയും സംരക്ഷിച്ചു കൊണ്ടുവരണം. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഇതിൽ വന്ന് പെട്ടതാണ് ഞാൻ. ഇനിയിപ്പോൾ നിയമത്തിലൊക്കെ ഭേദഗതി വരികയാണെങ്കിൽ വല്ല കുട്ടിയാനകളൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് ഭാഷയൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ഈ സമ്മാന സിനിമയിൽ ആനക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും കൂടി ഇത് പകർത്തി കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പറയും നമ്മുടെ മക്കൾ അയ്യോ അവരൊന്നും വരത്തില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ വന്നുകൊണ്ട് ഒരു എതിർപ്പ് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ നമ്മുടെ വഴി നമുക്ക് ജീവിതം തന്നതാണ്. നമ്മളെ ആൾക്കാർ കണ്ടത് ഇതിലാണ്. പിന്നെ കുറേ ശരി പറയുമ്പോൾ തെറ്റ് പറയാൻ ആൾക്കാരുണ്ടാവാം, അതിനൊന്നും ഞാൻ വിമർശിക്കില്ല. പക്ഷെ ഞാൻ കണ്ട വഴികൾ ഇത് തന്നെയാണ്. എൻ്റെ മകൻ മെടുക്കാനായിട്ട് ആനകളെ പറ്റിയൊക്കെ നന്നായി പറയുന്ന ഒരാളാണ്. ചെറിയ പയ്യനാണ്, അവൻ 6ലാണ്. ആനപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും. ഞാനത് വെച്ച് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി പടർത്തി അതിനൊരു വേറെ ഇതിൽ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല എന്ന് മാത്രം. ആനകളടുത്തേക്ക് മക്കളൊക്കെ വരും, മകൻ ആനകളെ കണ്ട ഇന്ന ആനയാന്നൊക്കെ പറയും. ഞാൻ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും കണക്കാക്കില്ല ഞാൻ. ചില